എൻ്റെ ആദ്യത്തെ ക്യാമറ പെൻറ്റെക്സ് K1000 ആയിരുന്നു. ഞാൻ സ്വന്തമായിട്ട് സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ ഉള്ളത്. അതിക്ക് മുൻപുണ്ടായിരുന്നത് ഒരു ആഷി പെൻറ്റെക്സ് എന്നൊക്കെ പറഞ്ഞൊരു ക്യാമറ ആയിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ക്യാമറകളായിരുന്നു. അതൊക്കെ അതിനുശേഷമാണ് പെൻറ്റെക്സ് ക്യാമറ വന്നു. അത് നിക്കോൺ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട്, ക്യാനോൺ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ യാഷിക ക്യാമറ, അന്നൊക്കെ കമ്പനികളൊക്കെ ഒരുപാട് അന്നത്തെ ഫിലിം ക്യാമറകൾ ഇതൊക്കെ കുറേ മിക്ക ക്യാമറകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് എടുത്ത ഡിജിറ്റൽ ക്യാമറയാണ് പെൻറ്റെക്സിൻ്റെ ഒരു ക്യാമറ ഡിജിറ്റൽ. അതിനുശേഷം എടുത്തത് ക്യാനോണിൻ്റെ എടുത്തു. ഇപ്പോൾ സോണി, നിക്കോൺ, അങ്ങനെ അങ്ങനെ പല 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 ക്യാമറകളും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഇപ്പോൾ അന്നൊക്കെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിരുന്നു. ഇപ്പം ഞാനൊക്കെ വളരെ കണ്ടിരിക്കുന്നത് നമ്മുടെ പള്ളിയിലൊക്കെ അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷനുകളിലൊക്കെ ഇപ്പോൾ ആലുവയിൽ നിന്നും അല്ലെങ്കിൽ അകലെ നിന്നൊക്കെ വളരെ ഫോട്ടോഗ്രാഫർമാർ വരുന്നു. അതെന്ന് വെച്ചാൽ അന്നത്തെ വലിയൊരു ഫീൽഡ് ക്യാമറയൊക്കെ ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ഈ ഫീൽഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ 3 കാലിന്മേ വെച്ചിരുന്ന ഒരു ബോക്സ് മാതിരിയുള്ള ക്യാമറ. അപ്പോൾ ആ ക്യാമറയൊക്കെ വെച്ച് ഒരു തുണിയൊക്കെ ഇട്ട് മൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് പടം ഒക്കെ എടുക്കാൻ അന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇതിനെയൊക്കെ പറ്റി ഭയങ്കര അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഫോട്ടോ ഇതേമാതിരിയുള്ള ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് നമുക്കൊരു ഭയങ്കര ആകർഷണം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും പാട് കഴിച്ചാണല്ലോ ഒരു ഫോട്ടോ എടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ആളുകളെ നോക്കി അനങ്ങരുത്, ചിരിക്കുമ്പോൾ അങ്ങോട്ട് കണ്ണ് ചിമ്മരുത്, ഇതൊക്കെ ഇങ്ങനെ പ്രത്യേകം പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോഗ്രാഫർ പറയണ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഭയങ്കര ആകാംക്ഷയോടെ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുമായിരുന്നു. അത് കഴിഞ്ഞൊരു 1990-ലാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഈ ഫീൽഡിൽ വന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ശ്രീമല നഗരത്ത് ഒരു എബി സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോയിലാണ് ഞാൻ അവിടെ എൻ്റെ വർക്ക് പഠിക്കാൻ പോയത്. അപ്പോൾ അന്നൊക്കെ ഉപയോഗിച്ചിരുന്നത് കൂടുതലും ഈ ഫീൽഡ് ക്യാമറ, പിന്നെ 120 ക്യാമറ. 120 ക്യാമറ എന്നാൽ അന്നത്തെ ഫിലിമൊക്കെ വലിയ ഫിലിമായിരുന്നു. ഒരു 2B ടൈപ്പ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ATM കാർഡിൻ്റെ വലിപ്പമുള്ള അങ്ങനത്തെ ഫിലിമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് കട്ട് ഫിലിമാണ്. ആ കട്ട് ഫിലിം ഓരോന്ന് വെച്ചാണ് അന്ന് പടമൊക്കെ എടുത്തിരുന്നത്. അന്ന് പടം എടുക്കുമ്പോൾ ഒരു ഫംഗ്ഷന് കൂടുതൽ പടങ്ങളൊന്നും ഇല്ല. ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ എടുക്കുന്നത് ഒരു വലിയ ഫംഗ്ഷൻ ആണെങ്കിലും ചിലപ്പോൾ ഒരു 20 പടം അല്ലെങ്കിൽ 30 പടം അത്ര ഫോട്ടോസ് എടുക്കണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ 2B ഫിലിം ആയതുകൊണ്ട് ഈ ഫിലിം ഓരോന്ന് ലോഡ് ചെയ്യണം. അപ്പോൾ ഈ 90 ഈ കാലഘട്ടത്തിൽ ആയപ്പോൾ കുറച്ച് ചേഞ്ച് വന്നു. ആ ചേഞ്ച് വന്നപ്പോൾ നമ്മുടെ ക്യാമറകളിൽ ഒരു 24 ഫിലിം അല്ലെങ്കിൽ 12 ഫിലിമൊക്കെ ഉപയോഗിക്കാവുന്ന ഫിലിം റോളുകളായി. അപ്പം നമുക്ക് അത്രയും ഫിലിം എടുക്കാമായിരുന്നു. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു മെയിനായിട്ട്. അതിനുശേഷമാണ് നമ്മുടെ ഇപ്പോഴത്തെ 35 ക്യാമറ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഫിലിം റോള് ചെയ്യാവുന്ന ക്യാമറ. അത് പിന്നെയാണ് കളറൊക്കെ വാങ്ങി തുടങ്ങിയത്, കളർ ക്യാമറ എന്ന് പറയും. അപ്പൊ 35 ഫിലിം ഉൾക്കൊള്ളുന്ന 35 സ്നാപ്പ് എടുക്കാവുന്ന ക്യാമറയായിരുന്നു പിന്നെ നമുക്ക് വന്നത്. അപ്പൊ അതൊക്കെ എടുത്ത് അപ്പൊ നമുക്ക് ആ പടങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മള് ഫോട്ടോ ഇന്നത്തെ മാതിരി ഇന്ന് നമ്മൾ ഡിജിറ്റൽ ക്യാമറയിൽ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ കാണുകയാണ്. നമ്മുടെ പടം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം. അന്ന് നമുക്ക് ഇതൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇമാജിനൊക്കെ നമ്മുടെ തലയിലാണ് വർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്ത് നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെ ലൈറ്റ് വേണം, എങ്ങനെ അവിടുത്തെ ആ അന്തരീക്ഷം എങ്ങനെ നമ്മൾ ക്രമീകരിക്കണം എന്നുള്ളതൊക്കെ ഒരു ഫോട്ടോഗ്രാഫർ തീരുമാനിച്ച ഫോട്ടോഗ്രാഫറുടെ മൈൻഡിലാണ് തീരുമാനിക്കാൻ പറ്റുന്നത്. ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ആ ഫിലിമിൽ വെട്ടം കയറിയാൽ നമുക്ക് ഇന്നത്തെ മാതിരി നമുക്ക് പുറത്തെടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഫിലിം നമ്മൾ ലൈറ്റ് കയറിയാൽ പിന്നെ ഫിലിമിന്റെ ആ ഗുണം കഴിഞ്ഞു, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഫോട്ടോ എടുക്കുന്ന സെക്കൻഡുകൾ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് എടുക്കണമെങ്കിൽ ആ ഗ്രൂപ്പിൽ എല്ലാവരെയും കണ്ണിലായിരിക്കണം നോക്കിയാണ് നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത്. അതായത് നമുക്ക് ലിമിറ്റഡ് ഫോട്ടോസാണ് നമുക്ക് എടുക്കാനും പറ്റത്തുള്ളൂ. അതായത് ഒരു റോളില് 35 പടമാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷന് ചെന്ന് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുകയാണ്. ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കല്യാണ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര പടം വേണമെന്ന് നേരത്തെ പാർട്ടിയായിട്ട് നമ്മൾ സംസാരിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവും. അതായത് എത്ര റേഞ്ചാണ് അവർക്ക് വർക്ക് വേണ്ടത്. 2000-ന്റെ വർക്ക് ഉണ്ട്, 1500-ന്റെ വർക്ക് ഉണ്ട്. അന്നൊക്കെ വലിയ വർക്ക് ഒരു 3000, 4000 ഒക്കെയാണ് ഏറ്റവും വലിയ വർക്കുകൾ വരുന്നത് അന്നൊക്കെ ഇരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ആ ലിമിറ്റ് ചെയ്തേ പടം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ പടം എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച്, ഇപ്പൊ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു വിവാഹത്തിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ എന്തെടുക്കണമെങ്കിലും ആ ഫംഗ്ഷൻ ആ ടൈമിങ്ങിൽ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുകയും വേണം. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ അന്നത്തെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെ പിടിച്ചായിരുന്നു. അതായത് നമ്മൾ ശരിക്കും ഒരു ഫോട്ടോഗ്രാഫറുടെ
എല്ലാ ഇന്ദ്രിയങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് അന്ന് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളത്. അപ്പൊ അതിനുശേഷം ഇപ്പോൾ വന്ന ഡിജിറ്റൽ ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്ലിക്കിൽ തന്നെ ഏതാണ്ട് ഒരു 10 പടം അല്ലെങ്കിൽ 20 പടമൊക്കെ ഒറ്റ ആ സെക്കൻഡുകൾക്കുള്ളിൽ കിട്ടാണ് നമുക്ക്. അതും നമുക്ക് പോസിറ്റീവ് റിസൾട്ട് നമ്മൾ കാണാണ്. അന്ന് നമുക്ക് ഇത് ഒന്നും കാണുന്നില്ല, നമ്മൾ ആ പടം എടുത്ത് ഈ ഫിലിം കൊണ്ട് ഈ കഴുകി അതിന്റെ നെഗറ്റീവ് കണ്ടതിന് ശേഷം മാത്രമേ ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒന്ന് ഭംഗിയായിട്ട് ഉറങ്ങാൻ പോലും പറ്റുള്ളായിരുന്നു. അന്ന് നമ്മൾ അതേമാതിരി അന്ന് ഭയങ്കര ടെൻഷൻ പിടിച്ചായിരുന്നു. വെച്ചാൽ നമ്മൾ ഒരു പടം എടുത്താൽ അത് കിട്ടിയോ അല്ലെങ്കിൽ കിട്ടിയില്ലേ എന്ന് നമുക്ക് ഇപ്പൊ ഈ ക്യാമറയിലുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് കൊണ്ട് നമുക്ക് പടം കിട്ടാണ്ടിരിക്കാം. അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി പിന്നെ അത് മാത്രമല്ല, ഇനി ആ പടം എടുത്ത പടം ഷെയ്ക്കായോ, ഇപ്പൊ ഒബ്ജക്റ്റ് ആള് ഒന്ന് അനങ്ങിയാൽ പോലും ഈ പടം ഷെയ്ക്കായി ഉണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ ഒന്ന് കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ കണ്ണ് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ആ മൊമെന്റിൽ നമുക്ക് വളരെ സൂക്ഷിച്ച് നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് നമ്മൾ ഈ ഫിലിം റോള് വാഷ് ചെയ്ത് ഇത് നെഗറ്റീവ് ആക്കി കൊണ്ടുവന്ന് അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാക്കിയാണ് നമുക്കന്ന് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് കൂടുതൽ നല്ല നല്ല പടങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത്. പഴയ കാലത്ത് വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിരുന്നു. വീഡിയോഗ്രാഫി വളരെ അത്രയ്ക്ക് ആഘോഷമായ കല്യാണങ്ങൾക്ക് മാത്രമേ വീഡിയോഗ്രാഫി ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ വീഡിയോഗ്രാഫി ഉണ്ടാവാനാണെങ്കിൽ വീഡിയോഗ്രാഫിക്ക് ആണെങ്കിൽ രണ്ട് ലൈറ്റ്, അതായത് അന്നത്തെ ഇപ്പോഴത്തെ ഹാലോജൻ ലൈറ്റുകൾ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് 1000 വാട്ട്സിന്റെ ഹാലോജൻ ലൈറ്റ്, 2 ഹാലോജൻ ലൈറ്റ് ഒക്കെ വെക്കണം അന്നത്തെ ക്യാമറകൾക്ക് കൂടുതൽ വെട്ടം കിട്ടാൻ. അന്നത്തെ ഇപ്പോഴത്തെ മാതിരിയുള്ള ലോ ലൈറ്റ് ക്യാമറകളല്ല. അന്ന് പാനസോണിക് കമ്പനിയുടെ ക്യാമറ, പിന്നെ അതുപോലെ തന്നെ JVC അങ്ങനെയൊക്കെ ക്യാമറകളായിരുന്നു. അപ്പൊ അത് ആദ്യ കാലത്തൊക്കെ വീഡിയോ എടുത്തോണ്ടിരുന്നത് നമ്മുടെ VCR, അന്നത്തെ VCR ഇപ്പൊ ആൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അന്നത്തെ VCR നമ്മുടെ തോളത്തിട്ടുകൊണ്ടാണ് പോകുന്നത്. ഈ VCRനകത്താണ് കാസറ്റ് ലോഡ് ചെയ്യുന്നത്. ഈ കാസറ്റ് ലോഡ് ചെയ്തിട്ട് ക്യാമറയിൽ നിന്ന് ഒരു കേബിൾ ഈ VCRലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ഈ കേബിൾ വഴിയാണ് ഈ VCRലേക്ക് അതിന്റെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ VCRലും ഓൺ കറക്റ്റ് അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പൊ അതൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ പിന്നെ അതിനുശേഷം ക്യാമറയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ കാസറ്റ് ലോഡ് ചെയ്യാവുന്ന ക്യാമറകളൊക്കെ ഇറങ്ങി. അതിനുശേഷം പിന്നെ ചെറിയ കാസറ്റുകൾ ഇറങ്ങി. അന്നൊക്കെ വലിയ കാസറ്റ് ആയിരുന്നു. JVC കാസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പണ്ടത്തെ ഫിലിമൊക്കെ കണ്ടിരുന്ന മരത്തിലുള്ള വലിപ്പമുള്ള കാസറ്റ് ആയിരുന്നു. അതിനുശേഷം ചെറിയ കാസറ്റായി. ഇപ്പോൾ നമ്മൾ ഡിജിറ്റലായി കഴിഞ്ഞപ്പോൾ നമ്മൾ കാർഡുകളായി. അപ്പൊ ഇപ്പൊ വളരെ സിമ്പിളായി. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഈ ക്യാമറയിൽ നമ്മൾ റെക്കോർഡാണോ എല്ലാ കാര്യവും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അന്ന് നമുക്ക് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്നത്തെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും വളരെ 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 അത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് നമ്മൾ പഠിച്ചാലും അതുപോലെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ അന്ന് നമ്മൾ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഫോട്ടോഗ്രാഫിയിലെ അനുഭവം എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി പണ്ട് ഈ ഫിലിം റോൾ ഉപയോഗിച്ചിരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഫിലിം ഒരു വർക്കിന് പോകുമ്പോൾ നമ്മളൊരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 3 റോളൊക്കെ ആയിരിക്കും നമ്മളൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് തരുന്നത്. അപ്പൊ നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഇപ്പൊ ഒരു വിവാഹ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളി വരെ എത്തുന്ന ടൈം, പള്ളിയിൽ വരെ വന്ന് പള്ളിയിൽ നമുക്ക് കെട്ടിന് മുൻപ്, അതായത് അച്ഛന്റെ പ്രസംഗം കഴിയണ സമയത്ത്, പ്രസംഗം തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ പ്രസംഗത്തിന് കുറച്ച് ഷോട്ടും കൂടി എടുത്തതിന് ശേഷം നമ്മൾ ഫിലിം അൺലോഡ് ചെയ്യും. അപ്പൊ ഈ അൺലോഡ് ചെയ്ത് പെട്ടെന്ന് നമ്മൾ പിന്നീട് വേഗം ലോഡ് ചെയ്യണം, അടുത്ത ഫിലിം ലോഡ് ചെയ്യണം. അപ്പൊ നമ്മൾക്കൊന്ന് മിക്കപ്പോഴും ചില പള്ളികൾ ചെന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ചില അച്ഛന്മാര് പ്രസംഗം പറയില്ല. അത് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഈ അച്ഛൻ പ്രസംഗം പറയുമല്ലോ എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കും. അപ്പൊ അച്ഛന്റെ പ്രസംഗം തുടങ്ങി കഴിയുമ്പോൾ 3-4 അച്ഛന്റെ പടവും ഓഡിയൻസിന്റെ പടവും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫിലിം റോൾ ചെയ്യാന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒരു 4-5 ഫ്രെയിം ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഫ്രെയിം കൂടി എടുത്ത് തീർത്തിട്ട് നമ്മൾ ലോഡ് ചെയ്യാന്ന് വെച്ചിരിക്കും. അപ്പൊ ചില അച്ഛന്മാർ ചിലപ്പോ നമ്മുടെ നിർഭാഗ്യം കൊണ്ടോ എന്തോ ചിലപ്പോ പ്രസംഗം പറയില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് റോൾ അൺലോഡ് ചെയ്യണം. എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ചടങ്ങായി, പിന്നെ കൈപിടിക്കലും വെഞ്ചിരിക്കലും പിന്നെ താലികെട്ട് അങ്ങനെ ഫംഗ്ഷനായി. അപ്പൊ അതിനൊട്ടും സമയം കിട്ടില്ല. അപ്പൊ വേഗം നമ്മൾ ഫിലിം അൺലോഡ് ചെയ്ത് അടുത്ത ഫിലിം ലോഡ് ചെയ്യുമ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ച് ലോഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ലോഡിങ് പിടിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളിൽ ഈ പെട്ടെന്ന് ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഫിലിം നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ലോഡ് പിടിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു പടം പോലും നമുക്ക് കിട്ടത്തില്ല. ഇപ്പൊ മിക്കപ്പോഴും കല്യാണത്തിന് ചിലപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴാണ് 2-3 ഫോട്ടോഗ്രാഫർമാരുള്ളത്. അന്ന് കല്യാണങ്ങൾക്ക്
ഒരു ഫോട്ടോഗ്രാഫറൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഫോട്ടോഗ്രാഫർക്ക് എന്ന് പറഞ്ഞാൽ ഈ പടങ്ങളൊന്നും, അപ്പൊ ഈ ഫിലിം ലോഡ് ആയില്ലെങ്കിലും ക്യാമറ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും, ക്യാമറ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളറിയില്ല. പിന്നെ അതേമാതിരി നമ്മൾ സൂക്ഷിച്ച് നമ്മൾ നോക്കണം. ഈ ഫിലിം ലോഡ് ചെയ്തതിന്റെ ഈ ലോഡ് ചെയ്ത ഭാഗത്ത് ഫിലിം കറങ്ങുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ അത്രയ്ക്ക് എക്സ്പോർട്ട് ആയവർക്കാണ് അത് അറിയാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ടുള്ളവർക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ നോക്കണേ. അപ്പൊ നോക്കി കഴിയുമ്പോൾ ഈ ഫിലിം ചിലപ്പോൾ അനങ്ങിയിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ 36 പടമാണ് നമുക്ക് എടുക്കാൻ കിട്ടുന്നത്. ആ 36 പടം എന്ന് എടുത്തതിന് ശേഷവും പിന്നെയും വൈൻഡിങ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഫിലിം. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഫിലിം ലോഡായിട്ടുള്ളതെന്ന്. അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും ക്യാമറ തുറന്ന് ഈ ഫിലിം എടുത്ത് വീണ്ടും റീലോഡ് ചെയ്യാണ്. അപ്പൊ അപ്പോഴേക്കും നമ്മൾ അത്രയും നേരം എടുത്ത പടങ്ങളൊന്നും നമുക്ക് ക്യാപ്ചർ ഉണ്ടാവില്ല. അത് എനിക്കൊക്കെ ഈ ഫംഗ്ഷനിൽ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല സുഹൃത്തുക്കൾക്കും അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും വളരെ ശ്രദ്ധിച്ചാണ് 1-2 പടം നമ്മുടെ പോയാലും നമ്മളത് വളരെ ശ്രദ്ധിച്ച് ഫിലിം ലോഡ് ചെയ്ത് നമുക്ക് അന്ന് തിരക്ക് പിടിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ പണി പറ്റുന്നത്, അല്ലാത്തപ്പോ ഒന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഫീൽഡിൽ വെച്ച് പറ്റിപ്പോയിട്ടുണ്ട്. കുറെയൊക്കെ പാർട്ടിയോട് പറഞ്ഞ് നമ്മൾ സംസാരിച്ച് അവരായിട്ട് തന്നെ, അവർക്കും അറിയാം അതിന്റെ ഒരു അവസ്ഥകൾ. അതുകൊണ്ട് മിക്ക ടീമും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രം.